പറ്റിപ്പോയി മോളെ. നന്ദു സാറിനെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ദേവിക, നമ്മൾ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കും മോളെ. പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും ചെയ്യണം. ദേവിക, കൂടുതലൊന്നും ആലോചിക്കണ്ട. ഏലിയാമ്മച്ചി പറഞ്ഞതുപോലെ നമുക്ക് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം. സത്യം പറഞ്ഞ ആത്മഹത്യ ചെയ്യാനാ തോന്നുന്നത്. എല്ലാം കൈവിട്ടു പോയല്ലോ ഭഗവാനെ. ദേവിക, നീ ഇങ്ങനെ തളരല്ലേ. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉടനെ ചെയ്യാം. ആരായിരിക്കും? എനിക്ക് കൈയും കാലും ഒക്കെ തളരുക. ദേവിക, നീ ഇവിടെ ഇരിക്ക. ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ വിവരം അറിയിക്കാം. അല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ദേവിക, ആലോചിച്ച് സമയം കളയണ്ട. നമുക്ക് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഒരു മിനിറ്റ് മുരളേട്ട, ഒരേ ഒരു മിനിറ്റ്. മോളെ പറ. ഹരിയങ്കൾ. എന്താ മോളെ? മൈ ഗോഡ്, സത്യമാണോ മോളെ? നന്ദനെ തട്ടിക്കൊണ്ടു പോയെന്നോ? അതെ അങ്കിൾ, ഗുണ്ടകള് എസ്ത പഞ്ചായത്തിനെ ആക്രമിച്ച് നന്ദനെ കൊണ്ടുപോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഹരിയങ്കളെ, എല്ലാം കൈവിട്ടു പോയല്ലോ. മോള് ഫോൺ കട്ട് ചെയ്തോളൂ. ആദ്യം ഈ വിവരം സിദ്ധുവിനെയും പ്രഭയെ അറിയിക്കണം. അയ്യോ അയ്യോ അങ്കിൾ, അത് വേണം. അവരെ ആദ്യം അറിയിക്കണം. ബാക്കിയൊക്കെ പിന്നെ. ഇല്ല, വെറുതെ പറയാ. നേരത്തെ നിങ്ങൾ എല്ലാവരും കൂടി മുൻപ് നടത്തിയ നാടകം പോലെ പുതിയൊരു കഥയുമായിട്ട് ഹരിയേട്ടൻ വന്നിരിക്കുക എന്നെ പറ്റിക്കാൻ. വേണ്ട, സിദ്ധു എന്നോടൊന്നും പറയണ്ട. അടുത്ത എന്തോ ഒരു പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരുക്കമല്ലേ ഇത്? എന്റെ മോൻ അവിടെ തന്നെ ഉണ്ട്. ഹരിയേട്ടൻ കള്ളം പറയാ. അല്ല പ്രഭ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ദേവികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എസ്തപ്പാന്റെ വീട്ടിൽ നിന്നും നന്ദൻ മിസ്സിംഗ് ആണ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ആ എസ്തപ്പാനെ ആരോ ആക്രമിച്ച് നന്ദനെ കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. അയ്യോ ഈശ്വര, ഹരിയേട്ടാ,
നന്ദൻ അവനെ ആരാ? ഏതോ ഗുണ്ടകളാണെന്നാ എസ്തപ്പാൻ പറഞ്ഞത്. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. ഹരിയേട്ടാ, എനിക്ക് എന്റെ നന്ദനെ കാണണം. പ്രഭ, എവിടാ? പ്രഭ. പറ. ഏയ് പ്രഭ, സിദ്ധു, മാറി നിക്ക്. താനിങ്ങനെ ബേളം വയ്ക്കാതെ കാര്യങ്ങൾ എന്താന്ന് അന്വേഷിക്കട്ടെ. ആരന്വേഷിക്കാൻ? എന്തന്വേഷിക്കാൻ? ഞാൻ എസ്തപ്പാന്റെ വീട്ടിൽ പോവാ. ഏയ്, എന്റെ മോൻ എന്താ സംഭവിച്ചതെന്ന് അറിയണം. അവനെ കൊണ്ട് ഞാൻ തിരിച്ചു വരൂ. മാറങ്ങോട്ട്. ഏയ് പ്രഭ, താനിപ്പോ അങ്ങോട്ട് പോയാ അവന്റെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കും. എനിക്ക് എന്റെ മോനെ കാണണം. സമാധാനപ്പെട് പ്രഭ, എന്റെ മോൻ. എന്നെയും കൂടി വിഷമിപ്പിക്കാതെ. ഹരിയേട്ടാ, എന്തിനാ ഹരിയേട്ടാ എന്നോടിത് ചെയ്ത്? നിങ്ങൾ കോടതി കൊണ്ടുപോവോ ജയിലിലടയ്ക്കോ എന്തു കാര്യം ചെയ്താലും വേണ്ടില്ലായിരുന്നു. എന്റെ നന്ദൻ എനിക്കിനി മരിച്ചാ മതി. ഒന്നും കാണാൻ കേൾക്കാൻ വേണ്ട. അനുഭവിച്ച് മതിയായി. പ്രഭ, കഴിഞ്ഞതിനൊക്കെ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഞാനായിരുന്നല്ലോ നന്ദനെ ഇവിടുന്ന് മാറ്റാനുള്ള പ്ലാനൊക്കെ ഒരുക്കിയത്. സോറി. ഇനിയിപ്പോ മാപ്പ് പറഞ്ഞിട്ട് എന്തിനാ? എനിക്കവരെ കാണണം. എവിടുന്ന് എന്തിനാ അതൊന്നും അറിയണ്ട. എന്റെ മോനെ എന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പ്രഭ, തന്റെ അവസ്ഥയില ഞങ്ങളെല്ലാം. നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യാം. അന്ന് വീഡിയോയിൽ ഞാൻ നന്ദനോട് സംസാരിച്ചതൊക്കെ കള്ളത്തരമായിരുന്നു എന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. നന്ദനായിരിക്കില്ല ഞാൻ കണ്ടത്. എന്നെ പറ്റിക്കാൻ നന്ദനാണെന്നും പറഞ്ഞ് ആരെയോ കൊണ്ടുവന്ന് മേക്കപ്പ് ഇട്ട് ഇരുത്തിയതായിരുന്നില്ലേ ഹരിയേട്ടാ? അല്ലെങ്കിൽ അവന്റെ ഫോട്ടോ വെച്ചിട്ട് മാറ്റം വരുത്തി രൂപം ഉണ്ടാക്കിയതാ. പ്രഭ എന്തൊക്കെയാ പറയുന്നത്? എനിക്കവനെ കാണണം. പ്രഭ തളർന്ന ഞങ്ങളൊക്കെ തളരും. തളരല്ല, ഞാൻ മരിക്കാനാ പോകുന്നേ. നന്ദനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിക്കും. ഞാൻ മരിക്കും ഹരിയേട്ടാ. എന്റെ നന്ദനെ കാണാതെ ഞാൻ പ്രഭ ഒന്ന് സമാധാനപ്പെടും പ്ലീസ്. ഏയ് പ്രഭ, താൻ സമാധാനപ്പെടും. പ്രഭ, താൻ വന്നേ. പ്രഭ കരയാതെ പറയുന്നൊന്നും മനസ്സിലാക്ക്. വന്നേ, താൻ വാ. അയ്യോ, എനിക്കെന്റെ നന്ദനെ കാണണം സിദ്ധു. എന്താ മാഡം, എന്താ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത്? ഋഷിക്ക് എന്താ സംഭവിച്ചേ അത് പറ. എന്തു സംഭവിച്ചു? സിപി, എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട. ഞാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ഋഷി എവിടെ? ഋഷിക്ക് എന്താ പറ്റിയേ? ഋഷി ഫ്ലൈറ്റ് കയറി പോയല്ലോ മാഡം. അവൻ ഫ്ലൈറ്റ് കയറി പോകുന്നത് താൻ കണ്ടോ? താൻ കണ്ടോന്ന്? എന്താ എന്ത് പറ്റി മാഡം? അവൻ ദുബായിൽ എത്തിയിട്ടില്ലെന്ന്. എന്താ മാഡം ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, ഋഷി ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ലെന്ന്. അവിടെ എയർപോർട്ടില്
ഋഷിയെ കാത്തിരുന്ന എന്റെ ആളുകൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു 1-2 മണിക്കൂർ കാത്തു നിന്നു. എന്നിട്ട് പിന്നെ എമിഗ്രേഷനിൽ ബന്ധപ്പെട്ടപ്പോഴറിഞ്ഞേ അങ്ങനെ ഒരു പാസഞ്ചർ ആ ഫ്ലൈറ്റിൽ ഇല്ലായിരുന്നു. അയ്യോ മാഡം, ഞാൻ എടുത്തത് കൃത്യമായ ടിക്കറ്റാ. ഋഷി കയറുകയും ചെയ്തു. ടിക്കറ്റ് ഒക്കെ കറക്റ്റാ. ഋഷി എന്ന ആൾക്ക് തന്നെയാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഋഷി ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എയർപോർട്ടിൽ അവൻ എവിടെ ഇറങ്ങിയത്? ഒരുപാട് കാറുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഡിപ്പാർച്ചറിൽ കയറ്റുന്നതിന് മുമ്പ് ഋഷി ഇറങ്ങി നടന്നു പോവുമായിരുന്നു. താൻ എന്താണോ ഈ പറയുന്നേ? ഇത്രയ്ക്ക് ബോധമില്ലാത്തവനായി പോയല്ലോ താൻ. ഇട ദുഷ്ട! താൻ എന്തൊക്കെ വാക്കുകളാ തന്നെ? അകത്ത് കയറുന്നു ഒന്ന് ഉറപ്പുവരുത്തും. ഫ്ലൈറ്റിൽ കയറുന്നത് നേരിട്ട് കണ്ടിട്ടേ മടങ്ങൂ. എന്നിട്ട് അവനെ വഴിയിറക്കിട്ട് വന്നേക്കുന്നു. മാഡം, ഏതാണ്ട് ഡിപ്പാർച്ചറിന് അടുത്ത് തന്നെ എത്തിയതാ. പക്ഷേ പിന്നെ അവനൊന്നും സംഭവിക്കാതിരിക്കാനാ ഇവിടുന്ന് കയറ്റി വിടാൻ തീരുമാനിച്ചേ. അതിങ്ങനെയായി. മാഡം, മാഡം പറയുന്നതൊക്കെ വാസ്തവമാണോ? അതേടോ, എന്റെ മോൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈശ്വര, ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നേ? അവൻ എന്തു പറ്റിയതായിരിക്കും സിപ്പി? മാഡം ടെൻഷൻ ആവണ്ട. ഒന്നുകിൽ ഋഷി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതായിരിക്കും. ഇല്ല, ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് അവനോട് പറഞ്ഞല്ലോ. ആ ഒറ്റ വാചകത്തിലാ ഋഷി പോവാൻ സമ്മതിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ ഋഷി മറ്റെങ്ങോട്ടും പോവില്ല. അപ്പോ പിന്നെ മറ്റാരെങ്കിലും ഇതിന് പിന്നെ കാണുന്നാണോ? എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഈശ്വര, പുത്ര ദുഃഖം അനുഭവിക്കാനാണല്ലോ എന്റെ വിധി. മാഡം, നമുക്ക് ഋഷിയെ കണ്ടെത്താൻ നടപടികൾ എടുക്കണ്ടേ? പോലീസിൽ പരാതി കൊടുക്കണ്ടേ? ആ, വേണം. എത്രയും വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ മാഡം, പരാതി കൊടുത്താൽ തന്നെ അതിനെ തുടർന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. ദേവിക പറഞ്ഞത് സത്യമായിട്ട് വരുമെന്ന എന്റെ സംശയം. എന്താ മാഡം? നന്ദന്റെ പക ഋഷിയെ തേടിയെത്തിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നു സിപി. ഞാനായിട്ട് തന്നെ അവനെ അപകടത്തിലേക്ക് തള്ളിവിട്ടു. അവൻ പോകുന്നില്ല എന്ന് നിർബന്ധം പിടിച്ചിട്ടും എന്റെ മോൻ ദേവിക, സംശയിക്കാനൊന്നുമില്ല. ഇതിന്റെയൊക്കെ പുറകില് ആ ഋഷിയുടെ കൂട്ടുകാർ തന്നെയാ. അരുന്ധതിയുടെ അറിവോടുകൂടി അവര് ചെയ്തു തന്നെ ഇത്. നേരെ അങ്ങോട്ട് വിടാം. നമ്മൾ ഊഹങ്ങൾ വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല മുരളിയേട്ട. നന്ദുവിനെ നമ്മൾ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന് നാട്ടുകാരെ അറിയിക്കാനേ അത് ഉപകരിക്കും. ദേവികയ്ക്ക് എല്ലാത്തിനും ഓരോ ന്യായങ്ങളുണ്ടല്ലോ. ദേവിക ഓരോ സെക്കൻഡും നമ്മൾ പാഴാക്കും തോറും നന്ദൻ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത്രയും കാലം നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ അടങ്ങിയിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. മുരളിയേട്ടൻ പറയുന്നതൊക്കെ ശരിയായ കാര്യങ്ങളാ. പറഞ്ഞില്ലേ, പോലീസിന്റെ കണ്ണിൽ നന്ദു കുറ്റവാളിയാ. നന്ദുവിനെ കൈ കിട്ടിയ നന്ദു രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞ ആയുഷ്കാലം അകത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ടാ അതൊക്കെ വിട്ടിട്ട് വേറൊരു മാർഗം ഞാൻ ആലോചിക്കുന്നത്. ഹരിയങ്ങൾ തീരുമാനിക്കുന്ന പോലെ ഒരു അന്വേഷണം. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ആ ജഡ്ജിയല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്താ ഗുണം ഉണ്ടാവാത്തെ? നന്ദുവിനെ എങ്ങനെ മാറ്റി നിർത്തണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഹരിയങ്ങളാ നടത്തിയത്. ഇപ്പൊ ആരൊക്കെയോ ചേർന്ന് നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഹരിയങ്ങളെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാ. എസ്തപ്പൻ ചേട്ടന്റെ വീട്ടില് കുറച്ചുകൂടി നമ്മുടെ ആൾക്കാരെ ഇടണമായിരുന്നു.
ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഹരിസാറിന്റെ വഴിക്ക് അന്വേഷിക്കട്ടെ. ഞാൻ അരുന്ധതി വഴി ആ റൂട്ടിൽ ഒന്ന് തിരയട്ടെ. മുരളേട്ടാ, എന്റെ അനുവാദം ഇല്ലാതെ ഒന്നിനും എടുത്ത് ചാടരുത്. എനിക്കറിയാം മുരളേട്ടന്റെ മനസ്സിൽ എന്നെയും കുറ്റക്കാരിയായി കാണുന്നുണ്ട്. അതിൽ വിഷമമൊന്നുമില്ല. എന്തായാലും ശരി, നന്ദുവിന്റെ കാര്യത്തിൽ മുരളേട്ടൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കരുത്. ഞാൻ നന്ദന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. മുരളേട്ടൻ എന്റെ സ്റ്റാഫാ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഓ, എന്നെ ഒരു ഡ്രൈവറായിട്ടാ കാണുന്നല്ലേ? അതിലും വ്യാഖ്യാനങ്ങളൊന്നും കണ്ടുപിടിക്കണ്ട. ചില സമയത്തെ നമ്മൾ ബന്ധങ്ങൾ മറന്ന് തീരുമാനങ്ങൾ എടുക്കണം. അങ്ങനെയുള്ളൊരു സന്ദർഭം എനിക്കിത്. മുരളിയേട്ട മറ്റൊരു രീതിയിൽ ഇത് കാണണ്ട. വണ്ടി എടുക്ക്, എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ബാബല്ല, ഇതെന്താ ഇവരിങ്ങനെ ചെയ്ത്? അവരുടെ അവസ്ഥ അതല്ലേ. നീ വാ. നീ ഇരിക്കും. ഋഷി എവിടെ? ഋഷിയെ നിങ്ങൾ എന്ത് ചെയ്തു? മാഡം എന്തായി പറയുന്നത്? ഋഷി ഞങ്ങൾ എന്ത് ചെയ്യാൻ? സത്യം പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. അവൻ എവിടെയാന്ന് പറ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. മാഡം, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാന്നാണോ വിചാരം? അയ്യോ ആന്റി, ഋഷിയെ നിങ്ങൾ എന്താ ചെയ്തേ? പറയേ. ആന്റി, ഋഷി വിദേശത്ത് പോയതല്ലേ? അഭിനയം വേണ്ട. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേറൊരു മുഖമുണ്ടെന്ന്. പറഞ്ഞോ, അവനെ എങ്ങോട്ടേക്കാ മാറ്റിയേക്കുന്നെ? അവൻ ഫ്ലൈറ്റ് കയറിയിട്ടില്ല. അവൻ മിസ്സിങ്ങാ. ആരോ അവനെ മാറ്റി. അത് നിങ്ങൾ തന്നെയാ. സത്യം പറ. സത്യട്ടൻ്റെ ഞങ്ങൾക്കറിയില്ല. സത്യം. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ
ഞങ്ങൾ ആന്റിയെ കാണാൻ വരുമായിരുന്നു. ആന്റി തോക്ക് മാറ്റിക്ക്. മാറി നിൽക്കുക കെവിൻ. ആന്റി തന്നെ പറ, ഋഷിയെ മാറ്റിയത് ഞങ്ങൾക്ക് എന്താ നേട്ടമെന്ന് പറ. തീർത്തോളൂ, സാരമില്ല. ഋഷിയുടെ അമ്മയല്ലേ, സന്തോഷത്തോടെ തന്നെ ട്രിഗർ വലിച്ചോളൂ. ബെല്ല, ഇത്രയും ദിവസം അവന് വേണ്ടി ചെയ്ത സഹായത്തിനൊക്കെയുള്ള പ്രതിഫലമാവട്ടെ. അവൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഓരോന്ന് ചെയ്തത്. അവസാനം എല്ലാത്തിനും കുറ്റക്കാരൻ ഞങ്ങളല്ലേ. അവൻ എന്തിനാ ഞങ്ങൾ മാറ്റുന്നേ? നന്ദന്റെ കാര്യത്തിൽ ഋഷിയെ കൂട്ടുപിടിച്ച് നിങ്ങൾ നടത്തിയതൊക്കെ ഞാൻ കണ്ടതാ. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അതുപോലെ എന്തിനെങ്കിലും വേണ്ടിയാണോ അവനെ തട്ടിക്കൊണ്ടുപോയത്? ആണോന്ന്? അത് മാഡത്തിന് തെറ്റി. നന്ദന്റെ കാര്യത്തിൽ ഞങ്ങൾ ഋഷിയല്ല, ഋഷി ഞങ്ങളെയാ കൂട്ടുവിളിച്ചത്. നന്ദനോട് എനിക്കോ കെവിനോ അല്ലായിരുന്നു പക, മാഡത്തിനും ഋഷിക്കുവാ. ഋഷിക്ക് പകരം വീട്ടാൻ വേണ്ടി ഞങ്ങളുടെ സഹായം തേടി. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞങ്ങൾ സഹായിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങളോട് നന്ദി പറയാ വേണ്ടത്. പക്ഷെ കൊല്ലാൻ നിൽക്കുന്നു. കാഞ്ചി വലിച്ചോളും വേണം.